ഹലോ. ആ പോലീസ് വന്നിട്ട് എന്ത് കാര്യം, പോലീസ് വന്നിട്ട് പോയി അത്രേ ഉള്ളൂ, അല്ലാതെ അവരൊന്നും ചെയ്തില്ല. അവർ പറഞ്ഞ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാണെന്ന്. അവരുടെ കൺമുന്നിൽ ചെയ്യുന്നത് കാണാൻ വേണ്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യാനോ. ആ ഞാനും എൻ്റെ അമ്മയും ഇത് ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ, രണ്ട് പെണ്ണുങ്ങളാണ്. ഞാൻ ഡിവോഴ്സ് ആണ്. എൻ്റെ അമ്മയ്ക്ക് 88 വയസ്സുണ്ട്. നിങ്ങൾ പറയുന്നത് ചാടി പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല. എൻ്റെ അമ്മയ്ക്ക് 88 വയസ്സുണ്ട്. ആ ആളിനെ കൊണ്ട് എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ലോ. ആ അത് ഈ കോടതി നിങ്ങൾ വന്നതിനെല്ലാം തെളിവുകൊണ്ട് വിളിക്കാനല്ലേ തെളിവുണ്ട്. ഞാൻ മജിസ്ട്രേറ്റിന് കൊടുത്തോളാം. വന്നിട്ട് ഒന്നും ചെയ്തില്ല നമ്മള്. അത് സാറേ വേറെ കാര്യം ചോദിക്കട്ടെ സാർ, എന്നോട് ഞാൻ വേറെ കാര്യം പറയാം. പണ്ടേ എന്തുവാ 2019-20 ഈ കുറച്ചാള് ബിസിനേഴ്സ് എന്ന് പറയുന്നത് ഒരാളിനെ ഇവിടെ വിളിച്ചോട് വന്ന് എന്നെ അമ്മയുടെ തന്നെ ഞാനും അമ്മയും കൂടെ ഒരു എനിക്ക് അമൃത ഹോസ്പിറ്റൽ വരെ പോയി. ഇന്ന് പോയി നാളെ വൈകിട്ട് വന്നപ്പോഴത്തേക്കും ഈ പോലീസുകാരനും എല്ലാം കൂടെ വന്ന് വിത്തൗട്ട് സെർച്ച് വാറന്റ് എന്റെ ലോക്കെല്ലാം തല്ലിപ്പൊളിച്ച് അകത്ത് കയറി. ക്യാമറ ടെക്നീഷ്യൻസിനെ കൂടെ കൊണ്ടുവന്നത്. ഓരോന്നൊക്കെ തോന്നിയപ്പോൾ കാണിച്ചിട്ട് പോയി. സാർ അതിനൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ഈ നിൽക്കാതെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തോന്ന് പറയാം. മജിസ്ട്രേറ്റിനോട് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് വെച്ച് സെർച്ച് വാറന്റില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ്, നിങ്ങൾ എങ്ങനെ അകത്ത് കയറി, നിങ്ങൾക്ക് അധികാരം ഒന്ന് മജിസ്ട്രേറ്റ് വിളിക്കാൻ. അങ്ങനെ വരെ ചെയ്യാൻ പോലീസിന് അധികാരം ഉണ്ടെങ്കിൽ ഇതിന് പറ്റത്തില്ല. അതറിഞ്ഞാൽ മതി. സാറേ ഒത്തിരി ക്രിമിനൽ ആക്ടിവിറ്റി നമുക്കെതിരെ നടക്കുന്നുണ്ട്. ഒരു ബിജുപി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു എൻ്റെ. ആ അവിടെ ആളെത്തിയിട്ട് അത് പറഞ്ഞ് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ചാടി പോകാൻ പറ്റില്ല പറയാൻ. ആ ആ ആ ആ ആ ഓ ഓ
വിജയങ്ങൾ ഇത് കുറെ സ്ത്രീകൾ ആക്ടിവിറ്റിയായിട്ട് വരുന്നതാണ് ഇവിടെ ഇവിടെ സ്ത്രീകൾ ആക്ടിവിറ്റി നടത്താനേ അറിയാം, അല്ലാതെ പഠിച്ചതൊന്നും അറിയത്തില്ലേ. എന്തുവാ അതാ പറഞ്ഞത്, പത്തും കുത്തിയും കൊണ്ടുള്ളവർക്ക് ഇതൊക്കെ അല്ലേ അറിയത്തുള്ളൂ. അല്ലാതെ ഇവിടെ ഇവർക്ക് വേറെ എന്താ അറിയാം, പത്തും കുത്തിയോ കൊണ്ട് ഇരിക്കുക ഫോണും പിടിച്ച്. ഇപ്പൊ പത്തും കുത്തിയും കഴിഞ്ഞവന്മാരുടെയും അവളുമാരുടെയും ജോലിയില്ല. ഇവന്മാര് കുറെ ആണുങ്ങളെയും കൊണ്ട് വന്ന് ഡ്രാമ കാണിച്ചിട്ടൊന്നും ഇവിടെ കാണും.